നിർണായകമായ വിവരങ്ങൾ ഹരിമോഹൻ നൽകും. ഹരി, ഇപ്പോൾ ഇറിഡിയം കേസിലെ പ്രതികളുമാണ് ഡി മണിയും ശ്രീകൃഷ്ണനും എന്നുള്ള വിവരം കൂടി പുറത്തുവരികയാണല്ലോ. എന്താണ് നമുക്ക് SIT നിന്ന് ലഭിക്കുന്ന സൂചനകൾ? പ്രതി ഒന്നിലധികം കേസുകളിൽ പ്രതിയാണ് ഡി മണിയും ശ്രീകൃഷ്ണനും, ഒപ്പം തന്നെ ഇയാളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റ് ചില ആളുകളും എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നത് ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതായത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസിൽ നേരത്തെ ഡി മണി പ്രതി ആയിരുന്നു എന്നുള്ള വിവരമാണ് ആദ്യം ലഭിച്ചത്. ഇപ്പോൾ ഇറിഡിയം കേസ്, ആ ഇറിഡിയം കേസിലും ഡി മണിയും ശ്രീകൃഷ്ണനും അടക്കമുള്ള ഒരു സംഘം പ്രതികളായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇറിഡിയവുമായി ബന്ധപ്പെട്ടു ഇറിഡിയം നൽകാം എന്നുള്ള, അതായത് അമൂല്യമായിട്ടുള്ള തുക പറഞ്ഞുകൊണ്ട് ഇറിഡിയം തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയ കേസിലാണ് ഈ ഡി മണിയെയും ശ്രീകൃഷ്ണനെയും മറ്റുള്ളവരെയും പ്രതി ചേർത്തിട്ടുള്ളത്. തമിഴ്നാട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. പക്ഷേ SIT നടത്തിയിട്ടുള്ള ഒരു പ്രാഥമിക വിവരശേഖരണത്തിൽ ഈ അന്വേഷണം ഒന്നും പിന്നീട് മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതാണ് ഈ കേസിൽ ഏറ്റവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതായത് രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് ഈ പറയുന്ന ഡി മണി. ഇപ്പോൾ നിലവിൽ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധവുമുണ്ട്. മാത്രമല്ല, നേരത്തെ പ്രവാസി വ്യവസായി പറഞ്ഞത് പ്രകാരം ജയലളിതയുമായി അടുപ്പമുണ്ടായിരുന്ന ചില നേതാക്കൾ അയാളുമായി ഡി മണിക്ക് ബന്ധമുണ്ട് എന്നുള്ളത് താൻ കണ്ടതാണ്. ഇവർ വഴിയും താനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ബന്ധങ്ങളുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ കേസിൽ പിന്നീട് തുടർ നടപടികൾ നേരിടേണ്ടി വന്നില്ല എന്നുള്ളതാണ് SIT നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് SIT ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ ഇറിഡിയം തട്ടിപ്പ് കേസുകളൊക്കെ സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്തൊക്കെ തന്നെ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഈ വളരെ അടുത്ത കാലത്തൊക്കെ തന്നെ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറിഡിയം നൽകാമെന്നൊക്കെയുള്ള രീതിയിൽ ചില തട്ടിപ്പുകളൊക്കെ തന്നെ വരികയും ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിലും വളരെ സജീവമായി നിൽക്കുന്ന ഒരു തട്ടിപ്പിന്റെ രൂപം കൂടിയാണിത്. അതുകൊണ്ട് ഇയാൾ ഈ ഇറിഡിയം തട്ടിപ്പ് നടത്തിയത് എന്തു പറഞ്ഞാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്, ആരുമായിട്ടാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിവരങ്ങൾ കൂടി ഒരു സംഘം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. അതിനകത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ, ഇടപാടുകളൊക്കെ തന്നെ ലഭിക്കുമോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട്. അതായത് ഒന്നിലധികം കേസുകളിൽ ഈ പുരാവസ്തു കച്ചവടം, അതുപോലെ തന്നെ അമൂല്യമായിട്ടുള്ള വിഗ്രഹങ്ങൾ, അവയിലെ ഇറിഡിയം ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ആളാണ് ഈ പറയുന്ന ഡി മണി എന്നുള്ള കാര്യം SITക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കേരളത്തിന്റെ റോൾ എന്താണ്, കേരളത്തിൽ ഇയാൾ വന്നിട്ടുണ്ടോ, കേരളത്തിൽ ഇയാൾ ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ് ഇനിയിപ്പോൾ സ്ഥിരീകരിക്കേണ്ടത്. ഇയാളുടെ കച്ചവടങ്ങളെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണയായിട്ടുണ്ട്. വിവരങ്ങളും അഷ്കറിന് നൽകാനുണ്ട്. ഹരിമോഹൻ, ഞാൻ അന്ന് അഷ്കറിലേക്ക് പോകുന്നു. അഷ്കർ, ഇപ്പോൾ ഡി മണി എന്ന ഡയമണ്ട് മണിയുടെ വളർച്ച ദുരൂഹമെന്ന വിവരം കൂടിയാണല്ലോ പുറത്തേക്ക് വരുന്നത്. ഓട്ടോ ഡ്രൈവറായിരുന്നു ഇയാൾ. ഓട്ടോ മണി എന്നാണ് ഇയാളെ ആദ്യം നാട്ടുകാർ വിളിച്ചിരുന്നത്. ഇയാൾക്ക് എത്ര പേരാണ്? ഫിനാൻസ് സ്ഥാപനം ആരംഭിച്ചപ്പോൾ ഫിനാൻസ് മണി എന്നറിയപ്പെട്ടു. ഗോൾഡ് ലോൺ ബിസിനസ്സും നടത്തി. 6 വർഷം കൊണ്ട് അഭൂതപൂർവമായ വളർച്ച. എന്താണിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഈ ഡയമണ്ട് മണിക്ക് എത്ര പേരുകളാണ് അഷ്കർ? സ്മൃതി, ഒരു രാജ്യമാണിക്യം സിനിമാ സ്റ്റൈലിലുള്ള കഥകളാണ് ഇവിടെ നിന്നുള്ള നാട്ടുകാർ, ഇവരെ ഈ സ്ഥാപനത്തോട് ചേർന്നുള്ള ഇവിടുത്തെ അയൽവാസികളായ ആളുകൾ തന്നെ നമ്മളോട് പങ്കുവെക്കുന്ന വിവരം. കാരണം ഇവർക്കറിയുന്ന മണി എന്ന് പറയുന്നത് ഡയമണ്ട് മണിയല്ല. ആദ്യഘട്ടത്തിൽ നാട്ടുകാർക്ക് അറിയുന്ന മണി എന്ന് പറയുന്നത് ഓട്ടോ മണിയായിരുന്നു. നാട്ടുകാർ സ്ഥിരമായി ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നിരുന്ന സാധാരണക്കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവറായ മണി, അന്ന് അത് ഓട്ടോ മണി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നീടാണ് ഇവിടുത്തെ അടുത്തുള്ള ഒരു തിയേറ്ററിൽ ക്യാൻറ്റീൻ വാടകയ്ക്ക് എടുത്ത് അവിടെ പോപ്കോൺ വിറ്റിരുന്ന മണിയെക്കുറിച്ചും അത് വാങ്ങിയ ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ പറയുന്നു. അതിനുശേഷമാണ് പിന്നീട് ഫിനാൻസ് സ്ഥാപനം ആരംഭിക്കുന്നു, ഫിനാൻസ് ബിസിനസ്സുകൾ നടത്തുന്നു, സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു. അന്നാണ് ഫിനാൻസ് മണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ ഗോൾഡ് ലോൺ, ആളുകളിൽ നിന്നും സ്വർണം എടുത്ത് അതിന് ലോൺ നൽകുന്ന ഗോൾഡ് ലോൺ ബിസിനസ് നടത്തുന്നു. അന്ന് ഇത്തരത്തിൽ പല പേരുകൾ അറിയപ്പെടുന്നു, ഗോൾഡ് വ്യാപാരി അറിയപ്പെടുന്നു. അതിനുശേഷമാണ് നമ്മളൊക്കെ അറിഞ്ഞ പോലുള്ള ഡയമണ്ട് മണി എന്ന ഡി മണിയിലേക്കുള്ള വളർച്ച. അതിനുശേഷമാണ് ഈ മണിക്കുണ്ടാകുന്നത്. അതിനുശേഷമാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് മണി എത്തുന്നത്. അങ്ങനെയാണ് മണി ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ തോതിൽ തുടങ്ങി ഇത്രയും വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുകയും ചെയ്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 6 വർഷം കൊണ്ട് അഭൂതപൂർവമായ സാമ്പത്തിക വളർച്ച തന്നെ ഇത്തരത്തിൽ മണിക്ക് ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള കാറുകൾ വാങ്ങുന്നു, വലിയ വീടുകൾ വെക്കുന്നു, അങ്ങനെ വലിയ തോതിലുള്ള സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്
നാട്ടുകാർ പറയുന്നത്. ആ രീതിയിലുള്ള ഒരു വളർച്ചയിലെ തന്നെ ദുരൂഹത നാട്ടുകാർ പങ്കുവെക്കുന്നു. അവർക്കൊക്കെ തന്നെ അതൊരു ആശ്ചര്യമായി തന്നെ അവർ പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ഇത്രയും വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള സംശയമാണ് അവർ പങ്കുവെക്കുന്നത്. അതിന് ഉത്തരം നൽകേണ്ടത് മണി തന്നെയാണ്. പക്ഷേ SITയുടെ ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയും ദുരൂഹമായ കാര്യങ്ങളാണ് ഇവിടെ നിന്നും ഇതിൻ്റെ അയൽവാസികൾ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നത്. വലിയ തോതിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലടക്കം പ്രതിയായിരുന്നു എന്നുള്ള വിവരങ്ങളും പങ്കുവെക്കുന്നു. അത്തരമൊരു ആരോപണവും ഉയർന്നുണ്ട്. പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും SITയുടെ അന്വേഷണം പൂർത്തിയായാൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായി എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായൊക്കെ തന്നെ ഈ ഡി മണി ഇടപെട്ടത്, ഇല്ലെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹമടക്കം കടത്താൻ ശ്രമിക്കാനുള്ള അത്തരം ശ്രമങ്ങൾ നടത്തിയത്, നീക്കം നടത്തിയത്, അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ എങ്ങനെയാണ് ഈ വിദേശ മലയാളി വ്യവസായി മൊഴി നൽകിയതുപോലുള്ള പഞ്ചലോക വിഗ്രഹങ്ങൾ എങ്ങനെ ഡി മണിയുടെ വീട്ടിലെത്തി, അതല്ല വ്യവസായിയുടെ മൊഴിയിലെ ആധാരം എന്ത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം വലിയ നിഗൂഢമായ നിരവധി ചോദ്യങ്ങൾക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ SIT അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോക്കിനൊക്കെ തന്നെ ഏറ്റവും നിർണായകമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഡി മണിയിൽ നിന്നും ഇപ്പോൾ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറായി SIT സംഘത്തിലെ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം, പോലീസ് സംഘം തന്നെ ഇപ്പോഴും ഡി മണിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ചോദ്യം ചെയ്തു വരുന്നു. 2 മണിക്കൂർ അത് പിന്നിട്ടിരിക്കുന്നു. ഇനി എന്തൊക്കെ വിവരങ്ങൾ SITക്ക് ലഭിച്ചു എന്നുള്ളത് നിർണായകമാകും. അതിനോടൊപ്പം തന്നെ വിരുദ്ധനഗറിലുള്ള ഒരു ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഹായം ഈ വിഷയത്തിൽ ഇടപെട്ടു, സഹായം ചെയ്തു എന്നുള്ള ഒരു വിവരം SITയുടെ പക്കൽ നിന്ന് ലഭിച്ചിരുന്നു. ആ രീതിയിലേക്കുള്ള അന്വേഷണം അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതും അറിയേണ്ടതുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ പറഞ്ഞ വ്യവസായം നൽകിയ മൊഴി പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മണിയുമല്ലാതുള്ള ഉന്നതൻ ആര്, ആ ഉന്നതനി കേസുമായുള്ള ബന്ധം എന്ത്, അയാളുടെ പൊളിറ്റിക്കൽ ബന്ധങ്ങൾ എന്ത് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് SIT സംഘം മണിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത സംഘത്തിലെ ആ സംഘവുമായി മണിക്ക് ബന്ധമുണ്ടോ എന്നുള്ളതും തിരിച്ചറിയേണ്ടത്. കാരണം അത്തരം ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ വിദേശ വ്യവസായം നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളും മണിയുടെ പക്കൽ നിന്ന് SIT സംഘം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും നിർണായകമായ മൊഴിയെടുക്കേണ്ട ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് ദണ്ഡികളിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവരാണ് ആരാണ് ഡി മണി എന്ന്, അല്ലെങ്കിൽ ഡയമണ്ട് മണി ആരാണെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ അന്വേഷിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ്, ആ ചോദ്യം ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇനി അതിൻ്റെ ഉത്തരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കാനുള്ളത്. സ്മൃതി, ശരി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അഷ്കർ ഇപ്പോൾ ഡിണ്ടിഗലിന് നൽകിക്കൊണ്ടിരിക്കുന്നത്.